വിജയ് ചിത്രം ജനനായകന് കനത്ത തിരിച്ചടി. സിനിമയുടെ റിലീസ് അനുമതി കോടതി വീണ്ടും നിഷേധിച്ചു. മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഇതോടെ ജനനായകന്റെ റിലീസ് വീണ്ടും വൈകും. വിജയ് നായകനായ ജനനായകന് US സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. സെൻസർ ബോർഡ് അപ്പീലിലാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ബോർഡിന് സാവകാശം നൽകിയില്ലെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ വാദം. ഈ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. സെൻസർ ബോർഡിന്റെ വാദം കൂടി കേട്ട ശേഷം കേസ് സിംഗിൾ ബെഞ്ച് തീർപ്പ് കൽപ്പിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ജനുവരി 9 പൊങ്കൽ റിലീസായായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്നത്. എന്നാൽ റിലീസിന് ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതെ വന്നതോടെ റിലീസ് മാറ്റുകയും നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയുമാണ് ചെയ്തത്. രാഷ്ട്രീയ പ്രവേശനത്തിനിറങ്ങും മുമ്പ് കരിയറിലെ അവസാന ചിത്രമെന്ന വിശേഷണത്തോടെയാണ് വിജയ് ചിത്രം ജനനായകൻ ഒരുങ്ങിയത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ ലക്ഷ്യവും ലാഭവും മുൻനിർത്തിയാണ് വിജയ് ഇത്തരത്തിലൊരു സിനിമ പുറത്തിറക്കാൻ ലക്ഷ്യമിട്ടത്. അതേസമയം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ കടുംവെട്ട് വെട്ടുന്ന കേന്ദ്ര സെൻസർ ബോർഡിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ജനനായകന്റെ റിലീസ് അനുമതി നിഷേധിച്ചത്. മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് 27 വെട്ടുകളാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത്. എന്നാൽ നിർമ്മാതാക്കളുടെ വാദങ്ങൾ ഒന്നും അംഗീകരിക്കാതെയാണ് സെൻസർ ബോർഡ് വീണ്ടും പ്രദർശനാനുമതിക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.